അങ്ങനെ ഹീറോയിൻ അവർക്ക് ആവശ്യമായ ഫുഡ് എല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പുതിയ പ്രശ്നം ഏതോ ഒരു വൈറസ് അവരെ ബാധിച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കയ്യിലാണെങ്കിൽ അതിനുള്ള മെഡിസിനും ഇല്ല, അതേപോലെ തന്നെ ആ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സ്കില്ലും ഇല്ല. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഭക്ഷണവും വെള്ളവും ഒക്കെ തന്ന അവരെ സഹായിച്ച ദൈവത്തോട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അവരെ ഹെൽപ്പ് ചോദിക്കുന്നത്. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളെ ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവളുടെ മുത്തശ്ശന്റെ പഴയ ഒരു ബുക്കിൽ നിന്ന് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വെച്ച് ഇവൾ ആ ഒരു പാത്രത്തിൽ കൈവെക്കുന്ന സമയത്ത് അതിൽ തട്ടി അവളുടെ കൈ മുറിയുന്നു. അതുകൊണ്ട് തന്നെ ഇവളുടെ ബ്ലഡ് അതിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ ആ മുറിവിൽ മരുന്ന് വെക്കാനായിട്ട് മെഡിസിൻ ബോക്സ് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഇവരോട് സംസാരിക്കാൻ തോന്നിയത് കൊണ്ട് തന്നെ ആ ഒരു പാത്രത്തിൽ തൊട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവൾ ആ ഒരു മെഡിസിൻ ബോക്സിനോടൊപ്പം തന്നെ ആ ഒരു പാത്രത്തിനുള്ളിലേക്ക് പോകുന്നു. ആ പെൺകുട്ടി വന്നെത്തുന്നത് ഇവരുടെ അടുത്തേക്ക് തന്നെയാണ്. കാരണം ഇവിടെയുള്ള പാത്രത്തിൽ ഓൾറെഡി തന്നെ ആ പ്രിൻസിന്റെ ബ്ലഡും പറ്റിയിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇവളുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഇവരുടെ ശത്രുക്കൾ വല്ലതുമാണ് എന്ന് വിചാരിച്ച പ്രിൻസിന്റെ ആളുകൾ ഇവളെ പെട്ടെന്ന് ഉപദ്രവിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ഇവൾ അവരോട് ഇത്രയും നേരം നിങ്ങൾ എന്നെ ഗോഡ് എന്നൊക്കെ വിളിച്ച് തൊഴുതിട്ട് ഇപ്പൊ എന്നെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അത് അവർക്ക് ആഹാരവും വെള്ളമൊക്കെ തന്നെ സഹായിച്ച പെൺകുട്ടിയാണെന്ന കാര്യം മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് ഇവര് ക്ഷമ ചോദിക്കുന്നു.